സംസ്ഥാന സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഇങ്ങനൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അഭിനന്ദിക്കേണ്ട കാര്യമില്ല. നമ്മുടേത് പോലെ ഒരു കാലത്ത് ശുഭാശംസകൾ തരുന്നതിലും അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് സഖാവിന് ഞങ്ങൾ കൈരളി കുടുംബത്തിൻ്റെ, കൈരളി പ്രേക്ഷകരുടെ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ സന്തോഷം. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ സ്ഥാനത്തേക്ക് തന്നെ നിയോഗിച്ചിരിക്കുകയാണെങ്കിൽ പോലും അത് സംസ്ഥാന സമ്മേളനം ആദ്യമായി നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. സമ്മേളനം മാഷിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു സമയത്തെ? കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ പാർട്ടി ഘടകമാണെന്ന് ഉദ്ഘാടനം നടത്തിക്കൊണ്ട് സഖാവ് പ്രകാശ് കാരാട്ട്, ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ, പറയുകയുണ്ടായി. എല്ലാ പിന്തിരിപ്പൻ ശക്തികളും വർഗീയ, അതുപോലെ അതിൻ്റെ ഒപ്പം ചേർന്ന് പറയേണ്ടുന്ന കോർപ്പറേറ്റ്, പിന്നെ അമിതാധികാര ശക്തികൾ, ഇതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നൊരു ഘട്ടമാണിത്. പണ്ട് 57-ലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി വിമോചന സമര കാലഘട്ടത്തിൽ ഏത് രീതിയിലുള്ള കൂട്ടുമുന്നണിയാണോ ഉണ്ടാക്കിയത്, അത്തരത്തിലുള്ളൊരു കൂട്ടുകെട്ടിലേക്കാണ് കേരളം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാക്ഷി. പക്ഷേ അതിനെയെല്ലാം ഫലപ്രദമായി അഭിമുഖീകരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കൂട്ടായ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഏതെങ്കിലും ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് സെക്രട്ടറിക്കൊന്നും അല്ല അതിൻ്റെ കാര്യം. സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് പാർട്ടി നടത്തി മുമ്പോട്ടേക്ക് പോകുന്നത്. സഖാവ് യെച്ചൂരിയുടെയും അതുപോലെ സഖാവ് കോടിയേരിയുടെയും എല്ലാം നമ്മുടെ വടവ്, ആ വടവ് കൂട്ടായിട്ടാണ് നമ്മൾ നികത്തി മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും പാർട്ടിയെയും പാർട്ടി സഖാക്കളെയും കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, സംഘടനാവൽക്കരിച്ചുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി ഈ എല്ലാ തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടുകൾക്കെതിരായിട്ടും ഭരണവർഗ സമീപനങ്ങൾക്കെതിരായിട്ടും മുന്നോട്ടേക്ക് പോകും. അതിനു വേണ്ടിയുള്ള ഒരു അതിശക്തിയായ, കൃത്യമായ ധാരണയോടുകൂടിയുള്ള ആരോഗ്യകരമായ ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കേരള സംസ്ഥാന സമ്മേളനം കൊല്ലത്തിപ്പോൾ ഈ പ്രതിനിധി സമ്മേളനം സമാപിക്കുന്നത്. പാർട്ടിയുടെ നേതൃത്വം എപ്പോഴും അതൊരു വ്യക്തിയുടെ നേതൃത്വമല്ല, അത് കൂട്ടായി കൊടുക്കുന്ന നേതൃത്വമാണ് എന്ന് മാഷ് ഇപ്പോൾ നിരീക്ഷിച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നേതൃത്വം ഒരു തുടർച്ച കൂടിയാണ്. ഇപ്പോൾ നേതൃതലത്തിൽ നിന്ന് കാലത്തിൻ്റെ അനിവാര്യതയനുസരിച്ച് ചില സഖാക്കൾ ആ ദൗത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. പുതിയ സഖാക്കൾ ആ ദൗത്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നു. ചിലർ മാറി നിൽക്കുന്നു, ചിലർ പുതുതായി വരുന്നു. ഈ ഒരു മാറി നിൽക്കലിനെയും വരവിനെയും പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് മാഷ് എങ്ങനെ? പാർട്ടി എല്ലാ കാലത്തും നവീകരിക്കപ്പെടുകയാണ്. പഴയ ഒരുപാട് കേഡർമാർ പ്രായം 75 വയസ്സ് കഴിഞ്ഞതിൻ്റെ ഭാഗമായി 10 സഖാക്കൾ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. മരിച്ച 2 സഖാക്കൾ, പ്രധാനപ്പെട്ട പ്രമുഖരായ സഖാവ് കോടിയേരിയുടെയും അതുപോലെ തന്നെ റസലിൻ്റെയും ഒഴിവുണ്ടായി. പിന്നെ 5 സഖാക്കൾ പ്രവർത്തിക്കാനുള്ള പ്രയാസത്തിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കരുനാഗപ്പള്ളി പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റിയിലും കരുനാഗപ്പള്ളിയിലെ സഖാക്കളെ നമ്മൾ എടുത്തിരുന്നില്ല. സംസ്ഥാന കമ്മിറ്റിയിലും സൂസൻ കൂടിയെ ഞങ്ങളിപ്പോഴും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഒഴിവാക്കി എന്നുള്ളതല്ല, ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തിയാണ്. സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകും. അങ്ങനെ 5 സഖാക്കളെ ഇപ്പോഴും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രായമല്ലാത്തവരെ തന്നെയും ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. വിജയരാഘവൻ കൂടി ഇതിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. PB മെമ്പർ എന്ന രീതിയിൽ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ വേണമെന്നില്ല. അങ്ങനെ വന്നപ്പോൾ 17 സഖാക്കളെ പുതുതായിട്ട് ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ എടുത്തിരിക്കുകയാണ്. അതൊരു വലിയ നമ്പറാണ്. 17 സഖാക്കളെ പുതുതായിട്ട് കമ്മിറ്റിയിൽ എടുക്കുക. അത് DYFI സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുതിയ യുവ തലമുറയിൽപ്പെട്ട നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞങ്ങൾ ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറിമാരെ മുഴുവൻ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തു. സീനിയറായിട്ടുള്ള ചില സഖാക്കളെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ഒരു ശക്തിയായൊരു നേതൃത്വവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു ശേഷി പുതിയ നവീകരിക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിക്ക് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയും. അതിന് പ്രാപ്തമാകുമെന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനങ്ങൾ അത് കഴിഞ്ഞ റിപ്പോർട്ടിംഗ് കാലം, കഴിഞ്ഞ 3 കൊല്ലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന കാലമാണ്. വരുന്ന 3 കൊല്ലം മാത്രമല്ല, അതിന് മുന്നോട്ടും
മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഒരുങ്ങലിൻ്റെ കാലമാണ്. അതൊപ്പം തന്നെ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും വേദികളായാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. വിമർശനം എന്നൊക്കെ പറയുമ്പോൾ പലരും നെറ്റിച്ചൊളിക്കുമെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതിയിൽ അതിലൊരു അത്ഭുതവുമില്ല. ഈ സമ്മേളനങ്ങളും ഈ കഴിഞ്ഞ സമ്മേളനങ്ങളും ഈ സമ്മേളനവും അങ്ങനെ തന്നെയായിരിക്കും സാക്ഷ്യം വഹിച്ചിരിക്കുക. ഇവിടെ ഉയർന്ന വിമർശനങ്ങളെ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇപ്പോഴെങ്ങനെ കാണുന്നു? സ്വയം വിമർശനങ്ങളെ എങ്ങനെ ഒരു പൊതുവേദിയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ആകത്തുക ഒരു സന്ദേശം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാനാവുമെങ്കിൽ എന്ത് ചെയ്യും? സ്വയം വിമർശനവും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രൂപമാണ്. അതില്ലാതെ പാർട്ടി സമ്മേളനം നടത്തിയിട്ടോ പാർട്ടി സംഘടനയ്ക്ക് മുമ്പോട്ടേക്ക് പോകാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് സ്വയം വിമർശനമുണ്ട്, അതിനെല്ലാമുള്ള കൃത്യമായ മറുപടിയുണ്ട്. ആ മറുപടി കഴിഞ്ഞതിന് ശേഷമാണ് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ അവതരണം. ഇപ്പോഴും പുതിയ രേഖ സമർപ്പിച്ചപ്പോൾ അതിൻ്റെ അവതരണവും അതിൻ്റെ തുടർച്ചയായുള്ള അംഗീകാരവും ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോകുന്നത്. അതെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ നവീകരണം. അല്ലാണ്ട് പുതിയ കുറേ ആളെ കൊടുത്തത് മാത്രമല്ല, ഈ ഒരു പ്രക്രിയ പൂർണ്ണമായിട്ടും ചേരുമ്പോഴാണ് ഒരു നവീകരണ പ്രക്രിയ. ഈ വിമർശനവും സ്വയം വിമർശനവും ഇല്ലെങ്കിൽ പാർട്ടി മരിച്ചു എന്നാണ്, പാർട്ടി ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതന്നെ ഇപ്പം ഉറപ്പിച്ച് പറയും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യകരമായ സമ്മേളനമാണ് യഥാർത്ഥത്തിൽ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു രേഖ പുതുതായി മുഖ്യമന്ത്രി PB മെമ്പർ കൂടിയായ സഖാവ് പിണറായി വിജയൻ അവതരിപ്പിച്ചു എന്നതാണ്. കഴിഞ്ഞ സമ്മേളനത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ തുടക്കകാലത്ത് 57 മുമ്പുള്ള ആ സമ്മേളനത്തിലാണ് സമാനമായൊരു അനുഭവം ഉണ്ടായത്. ഈ വികസന രേഖ അവതരിപ്പിച്ചതിന് ശേഷം ചർച്ച ചെയ്ത് കഴിഞ്ഞ് അത് അംഗീകരിച്ചതിന് ശേഷം ആണ് ഇപ്പോൾ മാഷ് ആദ്യമായിട്ട് ജനങ്ങളോട് സംസാരിക്കുന്നത്. ആ രേഖയെക്കുറിച്ച് ആ പ്രക്രിയ മുഴുവൻ പൂർണ്ണമായിരിക്കെ മാഷ് എന്ത് പറയും? കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക ഉപരോധം തീർത്ത് കേരളത്തെ ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിന് സ്വന്തം കാലിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ കേരളത്തിൻ്റെ തന്നെ വിഭവ സമാഹരണത്തോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. അത് വ്യാവസായിക മേഖല മാത്രമല്ല, സർവതല സ്പർശിയായ മേഖലയിൽ ഈ മാറ്റം ഉണ്ടാവണം. അതിന് സഹകരണ സംഘങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നുകൂടി മുമ്പോട്ടേക്ക് വരുമ്പോൾ അതൊരു വലിയ ശക്തിയായിരിക്കും, ഊർജ്ജമായിരിക്കും. ആ രീതിയിൽ കേരളത്തെ അടിമുടി പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും മുന്നോട്ടേക്കുള്ള കുതിപ്പിനുതകുന്ന രീതിയിലുള്ളൊരു പുതിയ കേരളം എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു നവകേരളമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അതാണ് ഗവൺമെൻറ്റും ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ രേഖയുടെ ഉള്ളടക്കം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള എന്ത് ചുവടുവയ്പ് നടത്തുമ്പോഴും ഉയരുന്ന വിമർശനം അത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് പാർട്ടി ഇതാ അകന്നുപോകുന്നു, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൈവടിയുന്നു, വലതുപക്ഷ ചായ്വ് വ്യതിയാനം പ്രകടിപ്പിക്കുന്നു എന്നാണ്. ഇത്തവണയും ഒരു കോറസ് പോലെ അത് ഉയർന്നിട്ടുണ്ട്. ഇത് എത്രമാത്രം പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്, എത്രമാത്രം പാവങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്നതാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ? ഞങ്ങളിപ്പോഴും സോഷ്യലിസത്തിലേക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി പരിപാടി പറഞ്ഞ ജനീയജനാധിപത്യ വിപ്ലവത്തിലേക്കോ ഒന്നും എത്തിയിട്ടില്ല. ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗ താൽപ്പര്യ സംരക്ഷണത്തിൻ്റെ ഉപകരണമായ ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമാണ് കേരളം, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭാഗം. ആ സംസ്ഥാനത്ത് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാം, എങ്ങനെ അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് എത്തിക്കാം, അവരെ എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർദ്ധ വികസിത രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് അതിനെയും എങ്ങനെ ഉയർത്താം, അതിനു വേണ്ടിയുള്ള നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. മാർക്സും ലെനിനിസം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ മാർക്സും ലെനിനിസം നടപ്പിലാക്കാനാണ് പോകുന്നത് എന്ന് ധരിക്കുന്നതേ തെറ്റ്. ഞങ്ങൾ ജനോപകാരപ്രദമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാനാണ്. അതിന് എന്തൊക്കെ വഴിയുണ്ടോ ആ വഴിയെല്ലാം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചിത്രം, ലോക മുതലാളിത്തത്തിൻ്റെ ചിത്രം. അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ പാവപ്പെട്ട മനുഷ്യരെ എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാം എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അതിന് കടിച്ചാൽ പൊട്ടാതെ ഒരു രാഷ്ട്രീയവും അതിൻ്റെ അകത്തില്ല. പച്ചയായ രാഷ്ട്രീയം ഇതാണ്, ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുക. പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ഒക്കെ താഴേക്ക് പോകും. അതിനുശേഷം പാർട്ടി സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രകടമായ മാറ്റമുണ്ടായിരിക്കുമോ? സഖാക്കളിൽ
അവരുടെ രീതികളിൽ ഒക്കെ എന്ത് തരത്തിലുള്ളൊരു മാറ്റമാണ് ഈ സമ്മേളനവും അതിൻ്റെ തീരുമാനവും സൃഷ്ടിക്കാൻ പോകുന്നത്? അതായത് കേരളത്തിൽ 5.5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. ഈ 5.5 ലക്ഷം പാർട്ടി അംഗങ്ങളെയും കൃത്യമായി രാഷ്ട്രീയവൽക്കരിച്ച് സംഘടനാവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എല്ലാ പിന്തിരിപ്പന്മാരുടെയും ആശയ പ്രചരണത്തെ അഭിമുഖീകരിക്കാനും RSSും അതുപോലെ തന്നെ വർഗീയവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മാംശത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ അഭിമുഖീകരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമായി പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരണം. സാംസ്കാരിക തലത്തിലുള്ള നിരവധിയായ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ രീതിയിലെല്ലാം തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥ ചിത്രം അവതരിപ്പിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികൾ. ഇന്നല്ലെങ്കിൽ നാളെ ആ ശരിയായ ലക്ഷ്യബോധത്തോടുകൂടി ജനത മുഴുവൻ അത്തരത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭാവി സോഷ്യലിസത്തിന് മാത്രമാണ്, അല്ലാതെ മുതലാളിത്തത്തിനല്ല. മുതലാളിത്തത്തിൻ്റെ ട്രംപ് ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കെതിരായി ലോകത്തെമ്പാടുമുള്ള ജനത അതിശക്തിയായിട്ട് പൊരുതുക തന്നെയും. അത് നാളെ തന്നെ സോഷ്യലിസത്തിലേക്ക് വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സോഷ്യലിസം അല്ലാതെ വേറൊരു വഴിയും ഈ ലോകത്തിൻ്റെ മുമ്പിൽ പറയില്ല. മാഷ അനുവദിച്ച സമയം തീരുവാണ്. പക്ഷേ ഞാൻ മാഷ ഒരു ചോദ്യം കൂടി, ഇതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. പാർട്ടി സംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം പാർട്ടി നേതൃത്വം നൽകുന്ന വർഗ സംഘടനകളുടെയും ബഹുജന സംഘടനകളുടെയും ഒരു അവലോകനം കൂടി ഒരു കുറഞ്ഞ അളവിലെങ്കിലും ഈ സമ്മേളനത്തിൽ നടത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ പല ബഹുജന സംഘടനകളും കടുത്ത രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് വലതുപക്ഷ മാധ്യമങ്ങളിൽ നിരീക്ഷകരിൽ നിന്നുമൊക്കെ, പ്രത്യേകിച്ച് നാളെ ആ സംഘടനകൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇതിന്റെ ഭാഗം? ഞങ്ങളിപ്പോൾ കാണുന്നത് പാർട്ടി സഖാക്കളും പ്രവർത്തകരും ഒക്കെ അണിചേർന്നിട്ടുള്ള വർഗ ബഹുജന സംഘടനാ പ്രവർത്തനത്തിൽ നല്ല രാഷ്ട്രീയ ഉള്ളടക്കത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണം. അവരെ പ്രാപ്തമാക്കുക എന്നുള്ള നില കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യും. വളരെ തിരക്കുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു അഭിമാന സമ്പന്ന നിമിഷം. എല്ലാ ആശംസകളും.